Hello everyone, welcome back to Just Tashing. This is part 2 ഓഫ് ഉത്തരാഖണ്ഡ് വ്ളോഗ്. ഋഷികേഷിലെ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ കാണാത്തവർ കണ്ടുനോക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഡേ 1 നമ്മൾ മസൂരിയിൽ സ്റ്റേ ചെയ്തു. ഡേ 2 നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ് റൂം നമ്പർ 106 എന്ന്. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിന്റെ പേര് മാൾ റോഡാണ്. മസൂരിയിലെ മാൾ റോഡ്. നമ്മൾ സ്റ്റേ ചെയ്ത അവിടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു വ്യൂ കാണാൻ. ഇവിടെ വന്നിട്ട് വെള്ളം പിടിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് വെള്ളം പിടിക്കാം. കഴിഞ്ഞ പാർട്ടിൽ നിങ്ങൾ ഓൾറെഡി രാത്രി വൈബ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. രാവിലെ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്ന് കുറേ നേരം റിലാക്സ് ആയി നിന്നു. ഇന്നത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ലാൻറ്റോറും ജോർജ് എവറസ്റ്റും ആണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാണ്. രാവിലത്തെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. കുറച്ച് നല്ല കുത്തനെയുള്ള കയറ്റമായിരുന്നു. അതൊക്കെ കയറി ഇനിയിപ്പോൾ അടുത്ത് എങ്ങോട്ട് പോകണം എന്നുള്ള ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുള്ള കുറച്ച് പരിപാടികളാണ്. ശരിക്കും മാൾ റോഡ് കാണാൻ ഭംഗി രാത്രി കേട്ടോ. ഇതിപ്പോൾ പകല് വലിയ സൂപ്പറായിട്ടൊന്നും ഇല്ല. ടൈം ഓൾറെഡി ലാഗായിട്ടോ. 11 മണിയായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് ലാൻഡോറിലോട്ട് നടക്കാണ്. ഏകദേശം 8 കിലോമീറ്റർ, അതായത് നടക്കുകയാണെങ്കിൽ 2 മണിക്കൂർ വരും ലാൻഡോറിലോട്ട് എത്താൻ ഇവിടെ നിന്ന്. എന്നാലും നടക്കാന്ന് തീരുമാനിച്ചു നമ്മൾ. യു ആർ അറ്റ് 6000 ഫീറ്റ്, അതായത് 6000 അടി മേലെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചെറുതായിട്ടൊന്ന് പണിവാളി ഗൈസ്, അതായത് വഴിയൊന്ന് തെറ്റിപ്പോയി. പിന്നെ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനായി. അങ്ങനെ തിരിച്ചും നമ്മൾ മേലോട്ട് നടക്കാണ്. അതായത് മാൾ റോട്ടിൽ തന്നെ വീണ്ടും എത്തി. അവിടെ ഒരു ചെറിയ കുഞ്ഞു കടയിൽ കയറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജാമ്യത്തെ ക്ലാസ്മേറ്റ്സിനെ കണ്ടുമുട്ടി. കാൽനടയായി ലാൻഡോറും ജോർജ് എവറസ്റ്റും കണ്ടു തീർക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി നമ്മൾ സ്കൂട്ടി എടുക്കുകയാണ്. അവിടെ തൊട്ടാണ് ട്രിപ്പിന്റെ ഹോൾ മൂഡനെ ചേഞ്ച് ആയത്. റിയലി ത്രില്ലിംഗ് ആയിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡൊക്കെ ചോദിച്ചിരുന്നു. നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. സ്കൂട്ടി ഓടിക്കാൻ പോകുന്നത് റഷമോളും ഞാനോ പോകുന്നത്. എന്താവും നമുക്കൊന്നും അറിയില്ല, കണ്ടറിയാം. 4 സ്കൂട്ടിക്ക് 1400 രൂപ പറഞ്ഞിട്ടുള്ളത്. പാലക്കാട് വിക്ടോറിയ കോളേജ് BSc സൈക്കോളജി പഠിക്കുന്ന കാലം സ്കൂട്ടിയിൽ തന്നെയാണ് കോളേജിലേക്ക് പോയിട്ടുള്ളത്. 2-2.5 കൊല്ലം ഇങ്ങനെ പാലക്കാട് ടൗണിലൂടെ ഇങ്ങനെ ഓട്ടിയുള്ള ശീലമുണ്ട്. ഇതിപ്പോ ഉത്തരാഖണ്ഡ് എങ്ങനെയാവും എന്നത് അറിയില്ല, കാരണം ഫുൾ മലയും കുന്നൊക്കെയാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. കുറച്ച് നല്ല കുത്തനെയുള്ള റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഓടിക്കബിൾ ആണ്. നല്ല രീതിക്ക് എൻജോയ് ചെയ്തു. ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു. പുതിയ ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിക്ക് ബാലൻസ് ഉണ്ട് പറഞ്ഞാൽ സുഖമായി ഓടിക്കാൻ പറ്റും. നമ്മൾ ഏതോ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ജുമാ ദ റൈഡർ വ്യൂ കിഡുമാണ്. ഇവിടെ ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ട്. നമ്മളിങ്ങനെ പറയായിരുന്നു ഈ വഴിയാണോ നമ്മൾ നടക്കാൻ ഉദ്ദേശിച്ചത്, കാരണം കുറച്ചധികം ഉണ്ട് കേട്ടോ നടക്കാനാണെങ്കിൽ. ആക്ച്വലി ഇറ്റ് വാസ് ബെസ്റ്റ് ഫീലിംഗ്. നമ്മളെല്ലാവരും നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെലൻ കെല്ലർ പറഞ്ഞ പോലെ ലൈഫ് ഇസ് എയ്തർ എ ഡയറിങ് അഡ്വെഞ്ചർ ഓർ നത്തിങ് അറ്റ് ഓൾ. ശരിക്കൊരു നല്ലൊരു കാംനെസ്, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. നമ്മളിപ്പോൾ പോകുന്നത് ലാൻഡോറിലോട്ടാണ്. സീനാട്ടോ, സംഭവം സീനാണ്. നമ്മളിപ്പോ റൈഡേഴ്സ് ആണ്. ബാക്കി നമുക്ക് കണ്ടറിയാം. ഞാനൊരു ചെറിയ ഓടിക്കുന്ന പണിയിലാണ്. നമ്മൾ നിർത്തിയിട്ടാണ് പോയിട്ടുള്ളത്. അറ്റേ സ്ട്രെച്ച് അങ്ങനെ ഓടിച്ചു പോയില്ല. ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങുണ്ട് കേട്ടോ. ഒരമ്മയും കുരങ്ങു കുഞ്ഞും കൂടി അവിടെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടില്ലേ കാണാന്. ഇത് വന്നിട്ട് ലാൻഡോ സ്കൂളാണ്, കാണാൻ പറ്റും. ലാൻഡോ ലാംഗ്വേജ് സ്കൂൾ. ഇഷ്ടം പോലെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഇവിടെ വണ്ടിയൊക്കെ അങ്ങനെ വെക്കാൻ പറ്റും. നമ്മളങ്ങനെ വണ്ടി ഓടിച്ച് ലാൻഡോ ലാംഗ്വേജ് സ്കൂൾ എത്തി. ഇറങ്ങി വരുന്നതാണോ? ഞാൻ പക്ഷേ ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങുകളുണ്ട്. അയ്യോ കുട്ടിനെ നിലത്ത് കിട്ടും അമ്മ.
പോയി തൊട്ടാലോ? വേണ്ടട്ടോ, കളിക്കല്ലേ ഫാത്തിമ. അതാ വരുന്നുണ്ട്. നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോ ഒരു പ്രത്യേക തരം ദർഗ കാണുന്നുണ്ട് ഇവിടെ. മരത്തിന്റെ വേരുമേലാണ് ഉള്ളത്. ഇത് കളിയല്ല കേട്ടോ. ഈ ഒരു ദർഗന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ വളർന്ന് പന്തലിച്ച ഈ ഒരു മരത്തിന്റെ വേരിലാണ് ഈ ഒരു ദർഗ പണിതിരിക്കുന്നത്. അറിയില്ല. പോകുന്ന വഴി നമുക്ക് പല മെസ്സേജസും എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ്, നമ്മള് ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് വന്നിട്ടുള്ളത്. ഹോണ്ടഡ് പ്ലേസ്. ഇവിടെ ഇതുപോലെ ട്രിപ്പിന് വന്നപ്പോ അത് ഞാൻ പിന്നെ ഉണ്ടാക്കി പറയാം. ഗൈസ്, ആ ബോർഡ് വന്നപ്പോ ഞാൻ എന്റെ അടുത്ത് പറഞ്ഞില്ല, ഞാൻ വ്ളോഗിൽ അത് ഇൻക്ലൂഡ് ആക്കിയില്ല. നമ്മളിപ്പോ ഉള്ളത് ലാൻഡോറിലാണ്. നമ്മളെ ലാൻഡോ ബസാർ പിക്ചർ പ്ലേസ് മാൾ റോഡ് ഉണ്ട്, പിന്നെ ITM ഉണ്ട്. ലാൻഡോ ബേക്ക് ഹൗസിലോട്ട് എത്തി. അവിടെ കുക്കിറ്റ്യൂഡ് ഉണ്ട് ഇവിടെ. ഇവിടെ പുറത്ത് വന്നിട്ടാണ് ഇവർ ഇതിന്റെ ഇത് ചോദിക്കണത്, എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. ഉള്ളിൽ നല്ല തിരക്കാണ്, നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ടേക്ക് അവേ ചെയ്യാണ്, കാണാൻ പറ്റും. പുറത്തുനിന്നാണ് ഇവർ ഓർഡറൊക്കെ കൊടുക്കണത്. ഇതാണ് ഇൻസൈഡ് ഓഫ്. ഗൈസ്, നമുക്ക് കിട്ടി. നമ്മളിതാണ് ഓർഡർ ചെയ്തത്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതാണ് സാധനം മക്കളെ. കോഫി വാൽനട്ട്. സ്പൂണില്ലാത്തൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ? നമ്മൾ ലാൻഡോ ബേക്ക് ഹൗസ് കണ്ടു. ലാൻഡോറിന് തിരിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്കൂട്ടി UK07T. അത് ഇതൊക്കെ ഒരേ ഇതാണല്ലോ, നമ്പർ വേറെ വ്യത്യാസമോ? അതല്ല, D0410 ഉണ്ട്. അത് വേണ്ട, വീഡിയോ പെട്ടു. TB വേണ്ട. ലാൻഡോളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം റോഡ് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത നമ്മുടെ എയിം എന്ന് പറയുന്നത് ജോർജ് എവറസ്റ്റ് ആണ്. ഇവിടെ നിന്ന് 18 കിലോമീറ്റർ ഇനിയും പോയാൽ കെംപ്റ്റി ഫോൾസിലോട്ട് പോവാം. പക്ഷെ അതിനുള്ള ടൈം നമ്മുടെ ഇല്ല. സോ ജോർജ് എവറസ്റ്റ് മാത്രം ഇനി കവർ ചെയ്യാന്നുള്ളതായി മൈൻഡ്. ജോർജ് എവറസ്റ്റ് എത്തുന്നതിന് മുമ്പ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ തന്നെ ഒരു ഗുരുദ്വാരയുണ്ട്, ഗാന്ധിജീന്റെ പ്രതിമയുണ്ട്. ക്വീൻ ഓഫ് ഹിൽസ് ആണ് ഇപ്പൊ നിങ്ങളുടെ കണ്ണുകളിലൂടെ നിങ്ങൾ കാണുന്നത്. അവരുടെ കണ്ണിക്കൂടല്ലോ, എന്റെ കണ്ണി. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്പോട്ടിനേക്കാളും കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകാനുണ്ട് ജോർജ് എവറസ്റ്റ് എത്താനായിട്ട്. ഇവിടെ തൊട്ട് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു മിനിറ്റ്, ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു കാശ്മീർ വൈബാണ് ഇവിടെ.
കുറേ ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എവിടെ പോയാലും സ്റ്റുഡൻസിന് കൺസെഷൻ ഉണ്ട് വേണ്ടി സ്റ്റുഡൻറ് ID കാർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. 200 രൂപയാണ് ടിക്കറ്റ്, 100 രൂപ ആക്കി തരുമോ ചോദിച്ചു. പക്ഷെ അവർ പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഗവൺമെൻറ് അല്ല. സോ അതുകൊണ്ട് തന്നെ 200 രൂപയും പേ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 200 രൂപ കൊടുക്കേണ്ടി വന്നു. ജോർജ് വെസ്റ്റ് സൺസെറ്റ് ആണ് നമ്മുടെ ലക്ഷ്യം. ഏകദേശം ഒരു 4:55 നമ്മൾ ജോർജ് എവറസ്റ്റ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയൊരു 700 മീറ്ററും കൂടിയേ ഉള്ളൂ. ഗാംഗ്രിയും ഹേംകുണ്ടും വാലി ഓഫ് ഫ്ലവേഴ്സ് ഒക്കെ നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ഈ ഒരു ട്രക്കിംഗ് ഒക്കെ വളരെ സിമ്പിളായി തോന്നി. കാരണം അത്രയും കഷ്ടമുള്ള ഒരു ട്രക്കിംഗ് ചെയ്ത ആൾക്ക് ഇത് വളരെ സിമ്പിൾ ആയിരിക്കും. ഉത്തരാഖണ്ഡിലെ വേറെ ട്രക്കിംഗ് സ്പോട്ട്സ് ആണ് അതൊക്കെ. അതിന്റെ വ്ലോഗ് കാണണമെന്നുള്ള ആൾക്കാർക്ക് ഞാൻ ഓൾറെഡി വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടോക്കാം. കയറി വന്നപ്പോൾ തണുപ്പ് ഇങ്ങനെ കൂടി വന്നു. ഈ ഒരു ഭാഗം എത്തുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് കോടയുണ്ടായിരുന്നു. ജോർജ് എവറസ്റ്റ് പീക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് എത്തിയെന്ന് വിചാരിക്കും, പക്ഷെ ഇതല്ല, കുറച്ചുകൂടി ട്രക്ക് ചെയ്യാനുണ്ട്. ഇതുപോലെയുള്ള റൂട്ടല്ല ഇനി ഉള്ളത്. കുറച്ച് നല്ല ടഫ് ട്രക്കാണ്, ഡേഞ്ചറസ് ട്രക്കാണ്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. റെസ്റ്റ് എന്ന് വെച്ചാൽ ഒരു 5-10 മിനിറ്റ്. ഈ ഒരു പോർഷന് നൈസ് ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഒന്നും കാണുന്നില്ലേ, ഫുൾ കോടയാണ്. ഞാൻ കൊടൈക്കനാലിൽ പോലും ഇത്ര കോടയെ കണ്ടിട്ടില്ല. ഇയാളാണ് നമ്മുടെ ജോർജ്. വേ ടു ജോർജ് എവറസ്റ്റ് പീക്ക് ട്രക്കിംഗ്. 900 meters of exhausting trekking. Please walk very careful. Stick to the mountain side. Guys, sun start ചെയ്തു. ശ്രദ്ധിച്ച് നടക്കേണ്ട ട്രക്കാണ് കേട്ടോ. Yes. ഓൻ വീഴുട്ടോ. നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രക്ക് സ്ഥലമൊന്നുമില്ല നടക്കാന്. താഴെ ഒന്നും കാണില്ല. അവിടെ നിങ്ങൾക്ക് സണ്ണ് കാണാൻ പറ്റും. സൂക്ഷിച്ച് നടക്കണം എന്ന് എഴുതിയിട്ടുണ്ട് ബോഡിയുടെ ഫ്രണ്ടിൽ. മെല്ലെ നടന്നാൽ മതി. കുഞ്ഞി ഗ്യാപ്പ്. ഇന്റർലൈൻ അതല്ലേ ആണ്. നമ്മളിതിന്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നോർമൽ എടുത്തിക്കണ്. ഒരു മിനിറ്റ് കുറച്ച് ജോർജ് എവറസ്റ്റ് സൺസെറ്റും മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റും. That's our vibe. നമ്മൾ സൺസെറ്റ് ഒക്കെ കണ്ടു ഇറങ്ങുകയാണ്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കാട്ടോ. സൂക്ഷിച്ചിട്ട് വേണം ഇറങ്ങാൻ. ഞാൻ കൂടുതൽ വീഡിയോ എടുക്കുന്നില്ല, അത് അങ്ങനെ ഇറങ്ങിപ്പോണം. കഴിഞ്ഞു, നമ്മൾ തിരികെ പോവാണ്. ഫോണത്തെ ചാർജൊക്കെ കഴിഞ്ഞു, പക്ഷെ എന്നാലും മാക്സിമം ഞാൻ പറ്റുന്നൊക്കെ എടുക്കുന്നുണ്ട്. സൺസെറ്റ് കഴിഞ്ഞ് നമ്മൾ മടങ്ങുന്ന വഴിയാണ്. ഇതാണ് വിന്റർ ലൈൻ, ഇതാണ് നിഹാല്. ആ വീഡിയോ അത്ര രസമില്ല. जब हमारे उनसे बात नहीं करी तभी थोड़े जब तो मैंने समझी तो वो भी छोटी हो गई थी ना, वो हमारे साथ बढ़ गई.
നമ്മൾ ജോർജ് എവറസ്റ്റ് ഒക്കെ കണ്ട് തിരിച്ചെത്തിയിട്ടുണ്ട്. ദീദി ഉണ്ട്. ദീദി ഹായ്, സേ നമസ്തേ. നമസ്തേ. आपका नाम दीदी? अच्छा नाम. നമ്മളിപ്പോൾ പോവാണ്. മാൾ റോട്ടിൽ വണ്ടി വെച്ച് അവസാനത്തെ ഡെഹ്റാഡൂണിക്കുള്ള ബസ്സിലേക്ക് ഓടി കയറാണ് ഇവരെല്ലാവരും. ഈ ബസ് കൂടി മിസ്സായാൽ പിന്നെ ആ ദിവസം മാൾ റോട്ടിൽ നിൽക്കേണ്ടി വരും. അത് ഭയങ്കര ചെലവാണ്. പൈസ ഇല്ല നമ്മുടെ കയ്യിൽ, പൈസയൊക്കെ തീരാനായി. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് വിചാരിച്ച സമയത്ത്. റൈഡേഴ്സ് ഫൈനലി എത്തിയിരിക്കുകയാണ്. നമ്മള് ക്യൂൻ ഓഫ് ഹിൽസ് ഇറങ്ങുകയാണ്. നമ്മുടെ യാത്ര തീരാനായി. വാട്ട് എ ട്രിപ്പ്, ഫാന്റാസ്റ്റിക് ട്രിപ്പായിരുന്നു. എൻ്റെ ഫോണിൽ തീരെ ചാർജില്ല, 5% ഉള്ളൂ. ഒരു അഡ്വഞ്ചറസ് യാത്ര. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലിക്സ് ബസ് വന്നിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ ദിവസം ലാഭിക്കാനായിട്ട് നമ്മൾ ബസ്സിൽ പോകാൻ തീരുമാനിച്ചു. ഒരാൾക്ക് വന്ന ടിക്കറ്റ് എന്ന് പറയുന്നത് 250 ഉള്ളിലാണ്. ട്രെയിനായിരുന്നു നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത്, പക്ഷെ ട്രെയിൻ ഭയങ്കര ലേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ബസ്സിൽ തന്നെ ആക്കാമെന്ന് കരുതി. ഫ്ലിക്സ് ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സെമി സ്ലീപ്പർ ആണ്, AC ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാം. ഇത് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നതല്ല കേട്ടോ ആക്ച്വലി. ടോട്ടൽ ഒരു 5-6 hours ട്രാവലാണ് കേട്ടോ ഇത്. ഡെഹ്റാഡൂണിൽ നിന്ന് ഒരു 11:15 രാത്രി എടുത്തു. അവിടെ ഡൽഹി എത്തുമ്പോൾ രാവിലെ ഒരു 4:30-5 മണീൻ്റെ അടുത്തായി. ബസ്സിൽ കയറിയപ്പോൾ ഫുൾ പച്ചമയം, കർട്ടൻ പച്ച, സീറ്റിൻ്റെ കവറ് പച്ച, ബസ്സിന് പുറമേ പച്ച, ഫുൾ പച്ച. നല്ലൊരു കംഫർട്ടബിൾ സീറ്റ്സ് ആയിരുന്നേ. വ്ളോഗ് ഏകദേശം അവസാനിക്കാനായി, ട്രിപ്പ് അവസാനിക്കാറായി. പറ, എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ്? പറയും. ഏറ്റവും ഫേവറേറ്റ് പാർട്ട് ഓഫ് ദി ട്രിപ്പ് ഏതാണ്? റാഫ്റ്റിംഗ്. ലാൻഡ് ഓർ ഇഷ്ടായത്? ജോർജ് എവറസ്റ്റ് കേറുന്ന ആ റൂട്ട്, നടുവിലുള്ള സ്ഥലം ആ ശരിക്കത് പിന്നെ ലാൻഡ് ഓവർ, ഡ്രൈവിംഗ്, എല്ലാരും ഇഷ്ടായി. സീൻ ട്രിപ്പ് ആയിരുന്നു. ഈ ഒരു യാത്രയിൽ നിന്ന് പഠിച്ചൊരു പാഠം. ആദ്യത്തെ മൂഞ്ചാത്ത ആദ്യം വരെ ഊബർ ഒന്ന് ചെറുതായിട്ട് പാളി, ചങ്കേസി പാളി, ചങ്കേസി പാളി. മീൻകറിന്റെ വൈബ് വന്നു അല്ലേ? ചങ്കേസി എടുത്തോളൂ, ചാർജില്ല. ജുമാന, ഈ ഒരു യാത്രയിൽ നിന്ന് കിട്ടിയൊരു പാഠം പറ ജുമാ. പാടെന്താ, നമ്മൾ ആദ്യമായിട്ടാണ് ഇത്ര റിലാക്സ്ഡ് ആയിട്ട് സമാധാനത്തില് പോണത്. ഓക്കെ, ഇതുവരെ പോയതൊക്കെ ഇങ്ങനെ റഷ് ഇതാണ് ഏറ്റവും കുറവ് സമയം കൊണ്ട് ഉണ്ടായത്. ഏറ്റവും കുറവ് പ്ലാനിങ് ഇല്ലാണ്ട് ഒട്ടും പ്ലാനിങ് ഇല്ല നടന്നൊരു ട്രിപ്പ്. അല്ല അങ്ങനെയല്ല, ഫാത്തിമ. ഈ ട്രിപ്പിൽ നിങ്ങളുടെ ഫേവറേറ്റ് മൊമെന്റ്സ്? ഇല്ല 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 ഇല്ല, ഞാൻ ഇടും. ഡീസെന്റ് ആണെങ്കിൽ ഇടും. എന്നാ കച്ചറക്കി പറഞ്ഞു. ശരി, സർപ്രൈസ് പറയട്ടെ. എങ്ങനെ ഈ ഒരു ട്രിപ്പിൽ ഫേവറേറ്റ് പാർട്ട് ഏതായിരുന്നു? എന്നാലും പറ, ഒന്ന് പറയണം. അല്ല, ഇത് ജോർജ് എവറസ്റ്റ് റാഫ്റ്റിംഗ്. റിവർ റാഫ്റ്റിംഗ് നൈസ് ആയിരുന്നു. പറയും. ജോർജ് എവറസ്റ്റ്. ടീം ബ്ലഫേഴ്സ്. ഈ ട്രിപ്പിന്റെ ഫേവറേറ്റ് മൊമെന്റ്സ് പറയണ്ടേ? എനിക്ക് റിവർ റാഫ്റ്റിംഗിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ വന്നിട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ പറഞ്ഞേ, മറ്റേ സാധനം ഫസ്റ്റ് ടൈം ഇട്ടപ്പോ ഞാൻ മുങ്ങിപ്പോയപ്പോ എനിക്ക് പേടിയായി, പിന്നെ ത്രില്ലായി. പിന്നെ നമ്മളിങ്ങനെ റാപ്പിഡ് വന്ന സമയത്ത് എണീറ്റ് നിൽക്കാൻ പറഞ്ഞത് നല്ല രസമായിരുന്നു. പിന്നെ എന്തായിരുന്നു രസം? പിന്നെ
പിന്നെ രസം വന്നിട്ട് ജോർജ് എവറസ്റ്റ് സീൻ നല്ല രസമുണ്ട്. പിന്നെ ഒരു കശ്മീർ വൈബുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇനി നല്ല ഇഷ്ടമായി. ട്രിപ്പ് എന്ന് പഠിച്ച പാടോ ടെൻഷൻ ഫ്രീ ആയാലും ട്രിപ്പ് രസമാവും എന്നുള്ളത് മനസ്സിലായി. ടൈറ്റ് ഷെഡ്യൂൾ ആയിട്ട് കറക്റ്റ് നമ്മൾ ടൈം ടേബിൾ ആയിട്ട് ഫുൾ ഹറിബറി ആയിട്ട് ഓവർ പ്ലാൻ ചെയ്ത് ഇല്ലെങ്കിലും ട്രിപ്പ് രസമായിട്ട്. ഇന്ന് വന്നിട്ട് നമ്മൾ സ്കൂട്ടി എടുത്ത് അത് എന്തുകൊണ്ടാണ് സർഫ്രാസ് തെറ്റിച്ച് വഴി തെറ്റിച്ചുകൊണ്ട് ടൈം നല്ല ലാഗായി. ടൈം ലാഗായതുകൊണ്ട് സ്കൂട്ടി ആയിട്ട് ഒന്നുമല്ല, ഉറങ്ങി 10 മണി വരെ ഉറങ്ങി, അല്ല 9:30 വരെ ഉറങ്ങി. അതിന് റിലാക്സ്ഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഋഷികേഷ് മസൂരി ട്രിപ്പിന് ശേഷം ഗോതമ്പ് ദോശയും ഉള്ളിക്കറി ചട്നി